കനത്ത മഴയിൽ ദ്വാരകയിൽ 4 മരണം. വീടിന് മുകളിൽ മരം കടപുഴകി വീണാണ് അപകടമുണ്ടായത്. അമ്മയും 3 മക്കളുമാണ് മരിച്ചത്. ആ സമയം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതൊരു വാർത്ത കൂടി വരുന്നു. കനത്ത മഴയിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? അവിടെ നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ്? ഈ മരിച്ചവരെ പറ്റിയും വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, മഴയുടെ ശക്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ കനത്ത മഴയായിരുന്നു ഡൽഹി നഗരത്തിലും ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളും പെയ്തിറങ്ങിയത്. അതിൻ്റെ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു അപകടമുണ്ടായി. അത് ഡൽഹിയിലെ ദ്വാരകയിലാണ്. അവിടെ കർക്കരി കനാൽ ഗ്രാമത്തിൽ ഒരു ഒറ്റമുറി വീടിന് മുകളിലേക്കൊരു മരം കടപുഴകി വീണാണ് 4 മരണം സംഭവിച്ചിരിക്കുന്നത്. 26 വയസ്സുള്ള ജ്യോതിയുടെ 3 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. ഈ 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ജ്യോതിയുടെ ഭർത്താവ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ പരിക്കുകൾ ഈ അപകടത്തിലുണ്ടായി. അവരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മൃതശരീരങ്ങളും എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കനത്ത വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നഗരത്തിൽ തന്നെ മിൻഡോ റോഡ്, ITO, DND, അതുപോലെ തന്നെ കൊണോട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ലാജ്പത് നഗർ, ആർകേപുരം തുടങ്ങിയുള്ള ഭാഗങ്ങൾ. മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എന്താണ് അർജുൻ? ഇന്നത്തേക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കനത്ത മഴ ഇന്നുടനീളം ഉണ്ടാകുമെന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആകാശത്തേക്ക് നോക്കിയാലും വലിയ രീതിയിലുള്ള കാർമേഘങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കും. ഡൽഹിയിൽ സാധാരണഗതിയിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ്. അന്നുപോലും ഇത്തരത്തിൽ രാവിലെയായിട്ടും സൂര്യനെ പോലും കാണാത്ത തരത്തിൽ വലിയ രീതിയിൽ കാർമേഘങ്ങൾ ഇപ്പോഴും കെട്ടി നിൽക്കുന്നത് ഇനിയും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ പുലർച്ചെ മുതൽ പെയ്യുന്ന മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ കടപുഴകി വീണു. പല മരച്ചില്ലകളും കാറുകൾക്ക് മുകളിലേക്കും വീടുകൾക്ക് മുകളിലേക്കും എല്ലാം തന്നെ വീണിരുന്നു. അങ്ങനെ വാഹനങ്ങൾക്കും ഈ ചെറിയ വീടുകൾക്കും എല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒറ്റമുറി വീടുകൾ അഥവാ ഈ കുടിലുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം, ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന തരത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ആളുകളെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് ആണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡൽഹിയെ സംബന്ധിച്ച് വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യം വെള്ളം കയറുന്നത് നഗരപ്രദേശങ്ങളിലായിരിക്കും. പ്രത്യേകിച്ചും ഈ അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഭാഗങ്ങൾ, അതായത് റോഡ് പരിസരങ്ങളും ടൗൺ ഏരിയകളിലുമൊക്കെയാണ് ആദ്യം വെള്ളം നിറഞ്ഞൊരു വെള്ളക്കെട്ട് രൂപപ്പെടുക. പ്രത്യേകിച്ചും വാഹനങ്ങൾ പോകുന്ന മേഖലകൾ. അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് രാവിലെ ജോലിക്കും സ്കൂളിലും ഒക്കെ പോകുന്ന കുടുംബങ്ങളും ആളുകളും ഒക്കെ തന്നെയായിരിക്കും. മറിച്ച് ഈ ഗ്രാമങ്ങളിലേക്കും അതല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ, ഇപ്പോൾ വയലുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതുപോലെ ചെറിയ ഗ്രാമങ്ങളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത് വലിയ രീതിയിൽ ബാധിക്കപ്പെടാറില്ല. കാരണം അവിടെ വെള്ളം കയറാൻ കുറച്ചധികം സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് പെട്ടെന്നൊരു ദുരിതാശ്വാസ ക്യാമ്പ്, വലിയ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ തുറക്കാറില്ല. മറിച്ച് നഗരങ്ങളിൽ താൽക്കാലിക ഷെൽട്ടറുകൾ, അതായത് ഈ വീടും ഒന്നും ഇല്ലാത്ത ആളുകൾ, റോഡിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി താൽക്കാലിക ഷെൽട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. മഴ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും മഴ വലിയ രീതിയിൽ പെയ്യുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 4 മരണം സംഭവിച്ചിരിക്കുന്നു. ഒപ്പം വിമാനത്താവളത്തെയും ഈ മഴ, മോശം കാലാവസ്ഥ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 വിമാനങ്ങളാണ് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ഒന്ന് അഹമ്മദാബാദിലേക്കും 2 ജയ്പൂരിലേക്കും. നിരവധി വിമാനങ്ങൾ വൈകി ഓടുന്നു എന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്.